ഏഷ്യാനെറ്റ് ചവർ സ്റ്റോറി ഫെയിം സിന്ധു സൂര്യകുമാറിനെ ഓണക്കാലത്ത് ഒന്ന് ഏറിക്കയറ്റിയിട്ടുണ്ട്. പുതിയ ചവർ സ്റ്റോറി എപ്പിസോഡിലെ ക്യാപ്ഷൻ കണ്ടില്ലേ? നവോത്ഥാനം പെട്ടിയിൽ, ഇനി ശരണം എൻ്റെ അയ്യപ്പ. സ്വാഭാവികമായിട്ടും ആരുടെ സ്ക്രിപ്റ്റാണ്, ആർക്ക് വേണ്ടിയാണ് ഈ കുഴലൂത്തെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കുംഭമേളയ്ക്കെതിരെ മറിച്ചൊരു വാചകം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താക്കീത് ചെയ്ത മുതലാളിയുടെ അടിമയല്ലേ? ഇതിനേക്കാൾ ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. മുതലാളി ഈ മാസം ബോണസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് ഒരു വിടുപണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റൂ? സ്വാഭാവികമായി ചെയ്യേണ്ടി വരും. അതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തനം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ വിടുപണിയാണ് ഓണക്കാലമായിട്ടുകൂടി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് വിമർശിക്കേണ്ടി വന്നത്. കയ്യിൽ ഒരു മൈക്കും മുന്നിൽ ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ എന്ത് നുണയും പടച്ചുവിടാമല്ലോ. അതുകൊണ്ട് ഓണക്കാലത്ത് സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും ആകെ റിലേ തെറ്റിച്ച ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ചവർ സ്റ്റോറിയിൽ നവോത്ഥാനം പെട്ടിയിൽ എന്ന വാചകം അടിച്ചു വെച്ചത്. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇതിനേക്കാൾ മികച്ചൊരു മറുപടി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. ഇങ്ങനെയാണ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നവോത്ഥാനം പെട്ടിയിൽ വയ്ക്കാനുള്ളതല്ല, ഏഷ്യാനെറ്റിന് ഒരു മറുപടി. നവോത്ഥാന പ്രസ്ഥാനം മതവിരുദ്ധമല്ല, ദൈവവിശ്വാസത്തിന് എതിരുമല്ല. നവോത്ഥാനം നിരീശ്വരവാദപരമല്ല. കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം അധസ്ഥിതർക്ക് കൂടി നേടാൻ സമരം ചെയ്തവരാണ്. എന്നും ആ സമരം തുടരും. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായ സി കേശവൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിക്കുന്നില്ല. ബൂർഷ്വ യുക്തിവാദം കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകാര്യമല്ല. ഇനി ശബരിമല. പൊതുവഴിയിൽ കൂടി ഈഴവർ ഉൾപ്പെടെ പിന്നോക്ക ജാതിക്കാർക്ക് 100 വർഷം മുമ്പ് സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഭൂമി അവരുടേതായിരുന്നില്ല. ജീവിക്കാനുള്ള കൂലിയോ വിദ്യാഭ്യാസമോ ലഭിച്ചിരുന്നില്ല. അത് നേടാൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടം മനുഷ്യ നവോത്ഥാനമാണ്. ബൂർഷ്വ നവോത്ഥാനം മുതലാളി വർഗത്തിന് കൂടുതൽ നേട്ടങ്ങൾ സൃഷ്ടിക്കാനാണ്. തൊഴിലാളി വർഗ നവോത്ഥാന കാഴ്ചപ്പാട് ഓരോ മനുഷ്യൻ്റെയും ജീവിത നിലവാരം ഉയർത്തലാണ്. സിന്ധു സൂര്യകുമാറിന് അത് മനസ്സിലാകുന്ന കാര്യമല്ല. തൻ്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാട്ടിൽ രണ്ടുമില്ല. ബൂർഷ്വ നവോത്ഥാനവുമില്ല, തൊഴിലാളി വർഗ നവോത്ഥാനവുമില്ല. 2025 നവോത്ഥാനം എന്നാൽ എന്ത്? ഇക്കാലത്തെ നവോത്ഥാനം ഡിജിറ്റൽ സാക്ഷരതയാണ്. അത് എല്ലാ മലയാളിക്കും നേടുക, എല്ലാവർക്കും വീടൊരുക്കുക, ഏറ്റവും ഉയർന്ന കൂലി, എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം, അതാണ് നവോത്ഥാനം. സ്ത്രീ പദവി ഉയർത്തൽ. കുടുംബശ്രീ വന്നതിൽ പിന്നെ കേരളത്തിൽ സ്ത്രീ പദവി ഉയർന്നോ? ഏഷ്യാനെറ്റ് പരിശോധിക്കൂ. അതാണ് നവോത്ഥാനം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 10 വയസ്സ്. 150 വർഷം മുമ്പത്തെ കഥ. അത് 12 വയസ്സായി ബ്രിട്ടീഷ് സർക്കാർ ഉയർത്തി. ബ്രിട്ടീഷുകാർ ഹിന്ദു മതത്തിന്റെ ആചാരത്തിൽ ഇടപെടരുത്. ബാലഗംഗാധര തിലകൻ എന്ന കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തന്റെ പത്രമായ കേസരിയിൽ എഴുതി. 10 വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കിട്ടാനുള്ള പുരുഷന്റെ അവകാശ സംരക്ഷണം ആവശ്യപ്പെട്ട ആളാണ് തിലകൻ. പൊതുവിദ്യാലയങ്ങളിൽ പെൺകുട്ടികളെ ചേർക്കരുതെന്ന് തിലകൻ ആവശ്യപ്പെട്ടു 150 വർഷങ്ങൾക്ക് മുമ്പ്. ശബരിമലയിലെ ഒരു ആചാരവും മാറ്റാൻ CPM പുറപ്പെട്ടിട്ടില്ല, പുറപ്പെടുകയുമില്ല. RSSും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് സ്വാഗതം ചെയ്ത ഒരു വിധിയാണ് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുണ്ടായത്. ഞങ്ങൾ ഭരണഘടനയ്ക്കൊപ്പം. ഭരണഘടന നൽകുന്ന തുല്യതയുടെ തുടർച്ചയിൽ മാത്രമേ നവോത്ഥാനം സാധ്യമാകൂ. ഭരണഘടനയ്ക്കൊപ്പം എന്നതിനർത്ഥം വിശ്വാസികൾക്ക് എതിര് എന്നതല്ല. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദുർവ്യാഖ്യാനം. അതിനാൽ BJP പ്രസിഡന്റിന്റെ രാഷ്ട്രീയം കളിക്കാൻ ഏഷ്യാനെറ്റ് ഇറങ്ങരുത്. ജനൻ TVയെ പൂട്ടിക്കാനാണോ പരിപാടി? ഇതാണ് കെ അനിൽകുമാർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചിരിക്കുന്നത്. വിശ്വാസികളെ വഴി നടക്കാനും അമ്പലത്തിൽ കയറ്റാൻ വേണ്ടിയും എന്തിനേറെ പറയുന്നു ഗുരുവായൂരിൽ മണിയടിച്ച കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ആരായിരുന്നു എന്ന ചോദ്യം ചവർ സ്റ്റോറി ഫെയിം ഒന്ന് ആലോചിച്ചാൽ മതി. നേരത്തെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ആചാരങ്ങളെ തകർക്കാനല്ല, അവർ നവോത്ഥാനം കൊണ്ടുവന്നത് എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനം എന്നുള്ളതാണ്. അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി സത്യം ചെയ്യുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അതിനെ മുതലാളിയുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി പുതിയ കഥകൾ മെനഞ്ഞ് സർക്കാർ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്ന ആഗോള സംഗമം അത് ഞങ്ങളുടെ പ്ലാൻ B പൊളിക്കുമെന്നായപ്പോൾ ചവർ സ്റ്റോറി ഫെയിമിനെ ഇറക്കി അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ട്. ഇപ്പം നടക്കണ കേസല്ല എന്നുകൂടിയാണ് അനിൽകുമാർ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്ന വാചകം.